സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി സംസ്ഥാന രാഷ്ട്രീയത്തിലെ യുവ നേതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയനും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. തിരക്കുകൾക്കിടയിലും പാണക്കാട് കുടപ്പനയ്ക്കൽ തറവാട്ടിൽ വെച്ച് കൗമുദി ടിവിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ മുനവർ അലി ശിഹാബ് തങ്ങൾ. നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ അഹമ്മദ് സാഹിബിൻ്റെ മരണത്തിൻ്റെ ദുഃഖം കേരളത്തിൽ മുഴുവൻ ആൾക്കാരിലും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലുമുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാം ഉണ്ട്. അങ്ങ് അഹമ്മദ് സാഹിബിൻ്റെ സംഭാവനകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഹമ്മദ് സാഹിബ് എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവ്, അതുപോലെ ഏറ്റവും സീനിയറായ നേതാവ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ ചരിത്രത്തിൽ അഹമ്മദിൻ്റെ സാന്നിധ്യം ഏറെ നിർണായകമാണ്. താഴെ തട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി MSFയിലൂടെ വന്നു. അദ്ദേഹം വന്ന വഴികളൊക്കെ തന്നെയും ഉയർന്ന വളർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കെ ഒരുപാട് ദൈക്ഷണികമായ മുന്നേറ്റം യുവസമൂഹത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം വഹിച്ചിട്ടുള്ള എല്ലാ പദവികളും അദ്ദേഹം മനോഹരമായി അത് നിർവഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായി, പിന്നീട് MLA ആയി, വ്യവസായ മന്ത്രിയായി. അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്തിയതിനു ശേഷം ദേശീയ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഒരു നേതാവായി മാറി. ദേശീയ രാഷ്ട്രീയത്തിലെ എല്ലാ നേതാക്കളുമായും ഏറെ അടുപ്പം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ദേശീയ മുഖമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതെ, ഇന്ത്യയുടെ തന്നെ അന്തർദേശീയ മുഖമായി അഹമ്മദ് മാറിയിട്ടുണ്ട്. വാജ്പേയിയുടെ കാലഘട്ടത്തിൽ തന്നെ UN-ലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വെച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈക്ഷണികമായ ചിന്തയും എല്ലാം തന്നെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. രാജ്യത്തിന് തന്നെ തീരാ നഷ്ടമാണ്. ലീഗിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത്. അതെ, ലീഗ് മാത്രം, ലീഗിൻ്റെ അല്ല, ഈ ഒരു കേരളത്തിൽ തന്നെ അത്തരം ഒരു നേതാവ് ഇനി ഉണ്ടാവുമോ എന്നുള്ളതിന് സംശയമാണ്. കാരണം അത്രയധികം രാഷ്ട്രീയപരമായി സജീവമായി നിലനിൽക്കുകയും അത് വളരെ നിസ്വാർത്ഥമായിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും സേവനം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയും അദ്ദേഹം അത് തിരഞ്ഞെടുത്തിട്ടുള്ള വഴികളും ആ ഒരു ഡിപ്ലോമാറ്റിക് തന്ത്രങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ ഒരു സ്വകാര്യമായ അഹങ്കാരമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആ വേളയിൽ ഉണ്ടായ സംഭവങ്ങൾ കേരളത്തെ മാത്രമല്ല നല്ല ആൾക്കാരെ മുഴുവൻ വളരെ വേദനയിലാക്കി. അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് കരുതുന്നുണ്ട്. തീർച്ചയായും. കാരണം അഹമ്മദ് സാഹിബ് എന്നുള്ളത് മികച്ച പാർലമെൻറ്റേറിയനാണ്. 25 വർഷത്തോളം പാർലമെൻറ്റിൽ സജീവമായി നിലനിൽക്കും. 10 വർഷം കേന്ദ്ര സഹമന്ത്രിയായി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഇന്ത്യയുടെ എല്ലാ നേതാക്കളുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള ഒരു മികച്ച പാർലമെൻറ്റേറിയനെ പാർലമെൻറ്റിൽ വെച്ച് മരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കുഴഞ്ഞു വീണ് മരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലാഘവത്തോടു കൂടി എടുത്തു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തോട് കാണിച്ച ഒരു അനീതി മാത്രമല്ല, അത് ഇന്ത്യൻ ജനാധിപത്യത്തോടും പാർലമെൻറ്റിനോടും കാണിച്ചിട്ടുള്ള അനീതിയാണ്. ഇപ്പോൾ സഹപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന വിഷമം വരുമ്പോൾ അത് അവരെ ബഹുമാനത്തോടു കൂടി കാണുകയും അതിന് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് അത് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇത് പാർലമെൻറ്റിൽ നിന്നും കുഴഞ്ഞു വീണ് അദ്ദേഹത്തെ RML ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കിയില്ല. വാടക ഗുണ്ടകളെ വരെ നിയമിച്ചു. അതുപോലെ കൃത്രിമ ശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം, അത് മാക്സിമം ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നത് 20-30 മിനിറ്റാണ്. അത് 12 മണിക്കൂർ ഘടിപ്പിച്ചുകൊണ്ട് ആ ശരീരത്തെ വേദനിപ്പിച്ചു എന്നുള്ളതും നമുക്കൊക്കെ ഏറെ ദുഃഖകരമായ ഒന്നാണ്. അവരുടെ മക്കൾക്ക് ഉണ്ടായിട്ടുള്ള ആഘാതമായ ദുഃഖം, അപ്പോൾ മുസ്ലിം ലീഗിനും അതുപോലെ കുടുംബത്തിനൊക്കെ ഉണ്ടായിട്ടുള്ള അതൊരു വലിയ അവരോട് കാണിച്ചിട്ടുള്ള ക്രൂരതയാണ്. അത് തീർച്ചയായും അതിനെ നമ്മൾ കണ്ടം ചെയ്യാണ്. അതിന് വളരെ വളരെ ശക്തമായ രീതിയിൽ നമ്മളതിനെ പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് താങ്കളുടെ നേതൃത്വത്തിൽ ഗവർണറെ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ട്, അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതെ, ഇപ്പം പാർലമെൻറ്റ് ഉപസമിതി അന്വേഷിക്കണമെന്ന രീതിയിൽ നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രസിഡന്റിനെ കൂടി അറിയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇത് ചെറുതായി കാണാൻ സാധിക്കില്ല. ഇത്തരമൊരു സാഹചര്യം ഒരു വലിയ രാഷ്ട്രീയ നേതാവിന് സംഭവിക്കാമെങ്കിൽ
അത് തീർച്ചയായും അത് സാധാരണക്കാരൻ്റെ നില എന്തായിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു രീതി ഈ ഒരിക്കലും ആവർത്തിക്കരുത് എന്നുള്ള ശക്തമായ രീതിയിലുള്ള സമര പരിപാടിയുമായിട്ട് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഇന്നലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെൻറ്റ് അംഗങ്ങളുടെ വായ്മൂടി കെട്ടിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. നടുക്കളത്തിൽ ബഷീർ സാഹിബ് ഈ ഒരു അനുശോചന പ്രമേയം അവതരിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അത് ശക്തമായി ബാധിച്ച് എടുത്തുന്നില്ല. അപ്പോൾ എല്ലാത്തിലും ഈ ഒരു വിഷയത്തോട് വിമുഖത കാണിക്കുന്ന സ്പീക്കറടക്കം ഇത്തരത്തിലുള്ള രീതിയിൽ കാണിച്ചിട്ടുള്ള നിലപാട് നമ്മളൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുസ്ലിം ലീഗ് ഈ വരുന്ന 11-ാം തീയതി ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുകയാണ്, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും. ഇന്നലെ നടന്ന സമര പരിപാടി അത് കേവലം മുസ്ലിം യൂത്ത് ലീഗിനെ മാത്രമായിരുന്നില്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളും, പിന്നെ കോൺഗ്രസും CPM, CPI, JDU, അതുപോലെ അനൂപ് ജേക്കബ് പോലുള്ള എല്ലാ ഘടകകക്ഷികളും, BJP ഒഴികെയുള്ള. അപ്പം ഇവിടെ ഇപ്പം ഫാഷിസം ഇവിടെ എല്ലാ രീതിയിലും ഇവിടെ കടന്നു വരികയാണ്. അപ്പോൾ ആ ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടം, അതിന് ശക്തമായ രീതിയിൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ചേരി ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു നീക്കം വേണം. കാരണം ഇപ്പം മരണക്കിടക്കയിലും ഫാഷിസം എന്ന പേരിലാണ് ഞങ്ങൾ ആ ഒരു സമരം അവിടെ, അതെ, തീന്മേശയിലായിരുന്നു. നമ്മുടെ വിശ്വാസത്തിൽ വന്നു, കൾച്ചറൽ ഫാഷിസം വന്നു, സോഷ്യൽ ഫാഷിസം വന്നു. ഇതിനൊക്കപ്പുറത്ത് ജീവിക്കുന്നവരെ പോലും, കാരണം പലപ്പോഴും ഈ ഫാഷിസത്തിൻ്റെ ഒരു ജീവിക്കുന്നവരെ കൊല്ലുക എന്നുള്ളത്, പക്ഷെ ഇത് മരിക്കുന്നവരെ ജീവിപ്പിക്കുന്ന രീതിയിലുള്ള ഫാഷിസം പുതിയൊരു മുഖത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നിലപാട് ശക്തമായ രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കുകയാണ്. അത് ഏതറ്റം വരെ പോകാനും സഹകരിപ്പിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അതെ, അതുകൊണ്ട് ഈ ഒരു വിഷയം വന്നപ്പോൾ എല്ലാവരും വിളിച്ച ഉടനെ തന്നെ വളരെ ആത്മാർത്ഥമായി വരികയും ഇതിനെതിരെ ശക്തമായ രീതിയിൽ താക്കീത് നൽകുകയും ചെയ്തിട്ടാണ് എല്ലാവരും പോയിട്ടുള്ളത്. ഇപ്പോൾ അഹമ്മദ് സാഹിബിൻ്റെ മരണം നമുക്കെല്ലാം വേദനാജനകമാണ്. പക്ഷേ അനിവാര്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിച്ചിരുന്ന മലപ്പുറം മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനിയും വരും. അതെ, അപ്പോൾ അതിൻ്റെ ചർച്ചയിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ലെന്നറിയാം. എങ്കിൽ പോലും അഭ്യൂഹങ്ങൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് അങ്ങ് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുമെന്നുള്ളതാണ്, വാർത്തകളാണ്, പ്രിമച്ചർ സ്റ്റേജുമാണ്. എന്താണ് പ്രതികരണം? ഇല്ല, ഇതെന്ന് വെച്ചാൽ അഹമ്മദ് സാഹിബ് മരിച്ച ദുഃഖം നമ്മളിപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് വിമുക്തമായിട്ടില്ല. അങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇതുവരെ പാർട്ടി സജീവമായി ഒന്നും ആലോചിച്ചിട്ടില്ല. അത് അതിൻ്റേതായ രീതിയിൽ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമാണ് അത് തീരുമാനിക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അഹമ്മദ് സാഹിബിൻ്റെ അനുസ്മരണങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗവൺമെൻറ് എടുത്ത നിലപാടിനോട് ശക്തമായി പോരാടുക എന്നുള്ളതാണ്. ഇലക്ഷനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. അതൊക്കെ പാർട്ടി അതിൻ്റെ സമയമാകുമ്പോൾ അതാലോചിക്കും. ആ സമയത്തായിരിക്കും അതിൻ്റേതായ തീരുമാനം ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ടാണെങ്കിലും താങ്കളുമായിട്ടുള്ളൊരു അഭിമുഖത്തിലായതുകൊണ്ട് ചോദിക്കുക, പൊതുവെ കുടപ്പനയ്ക്കൽ തറവാട്ടിൽ നിന്ന് പാണക്കാട്ട് നിന്ന് ആരും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. അതെ, പക്ഷേ അങ്ങനെ ഒരു ശാശ്വതമായിട്ട് അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അത് നമ്മളെ കുടുംബമാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം ഞങ്ങളുടെ പിന്നെ പൂക്കോയത്തങ്ങൾ മുതൽ ഷിയാബ്ദങ്ങൾ ഇവയൊന്നും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. അത് അതിൻ്റേതായ ഒരു ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ജനാധിപത്യ രാഷ്ട്രത്തിൽ ആർക്കും മത്സരിക്കാം. പക്ഷേ ഈ തീരുമാനം എടുക്കേണ്ടത് മുസ്ലിം ലീഗും നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന നേതാക്കളുമാണ്. പക്ഷേ ഈ പാണക്കാട് കുടുംബത്തിന് ഒരു സംശുദ്ധമായ പാരമ്പര്യമുണ്ട്. അവിടുത്തെ ആ കുടുംബത്തിലെ തറവാട്ടിലെ അംഗങ്ങൾ പാർലമെന്ററി രംഗത്തേക്ക് വന്നാൽ അത് ലീഗ് രാഷ്ട്രീയത്തെ തന്നെ കൂടുതൽ ശുദ്ധീകരിക്കാൻ സഹായിക്കില്ലേ? അല്ല, അത് അതിൻ്റേതായ രാഷ്ട്രീയ ഏതിൻ്റെയും ഇപ്പോൾ തന്നെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതെ തന്നെ ഇപ്പം ഞങ്ങളുടെ പിതാവ് ഇവിടെ മനോഹരമായാണ് ഈ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഒരു ആവശ്യം, അങ്ങനെ ഒരു പാർലമെൻ്ററിയിൽ നിന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകമായ ഗുണമുണ്ടാവുമോ എന്നുള്ളതും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ നമ്മളിപ്പം ഈ രാഷ്ട്രീയത്തിലുണ്ട്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ കുടുംബമുള്ളത്. അപ്പോൾ ആ കുടുംബത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വിശ്വാസ്യത നമുക്ക് മറ്റുള്ള നമ്മുടെ ഘടകകക്ഷികൾ മാത്രമല്ല മറ്റുള്ള പ്രതിപക്ഷങ്ങളൊക്കെ നമ്മോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹമൊക്കെ അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സുസ്ഥിരത അത് നിലനിർത്താൻ രാഷ്ട്രീയമായ ഇടപെടൽ അനിവാര്യമാണ്. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പല മേഖലകളുണ്ട്. നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതേപോലെ മതപരമായ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അതേസമയം ഈ ആത്മീയ പാരമ്പര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ലീഗിൽ അധികാര രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരു വിഭാഗം ആൾക്കാർ പാണക്കാട് കുടുംബാംഗങ്ങളെ ഇതിൽ ഇറങ്ങുന്നതിനെ അകറ്റി നിർത്താനായിട്ടൊരു ബോധപൂർവമാവോ
നിഗൂഢമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നെന്നും രാഷ്ട്രീയ വിമർശകർ പറയുന്നുണ്ട്. എന്താണ് താങ്കളുടെ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ അങ്ങനെയുള്ളൊരു പിന്നെ നമ്മളെ അകറ്റി നിർത്തുക അല്ലെങ്കിൽ നമ്മളെ കൂടെ കൂടി ഇത് പാരമ്പര്യമായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിലെല്ലാവരും നമ്മളുമായി വളരെ നല്ല ആദരവോട് കൂടിയും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും അങ്ങനെ അകറ്റി നിർത്തുക എന്നുള്ള താല്പര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പാർട്ടിയും കുടുംബവും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് എന്ത് തന്നെ ആണെങ്കിലും അംഗീകരിക്കാൻ അങ്ങ് തയ്യാറാണ്? അങ്ങനെയല്ല, അതൊക്കെ ആലോചിച്ചതിന് ശേഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ തീരുമാനം ഒന്നും എടുക്കാൻ എനിക്കുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ വളരെയധികം ഒരുപാട് കാലങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പറയാൻ പറ്റില്ല. അതെ. പൊതുവെ യുവത്വം വഴികാട്ടികളില്ലാതെ വഴിതെറ്റുന്ന ഒരു വേളയാണിത്. ഈ കാലഘട്ടത്തിലാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് താങ്കൾ എത്തിച്ചേരുന്നത്. എങ്ങനെയാണ് താങ്കൾ മനസ്സിൽ താങ്കളുടെ പ്രവർത്തനത്തെ കാണുന്നത്? ഇനിയുള്ള വെല്ലുവിളികളെ നേരിടാൻ ഇപ്പം യുവജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു കാലഘട്ടമാണത്. അപ്പം യുവജനങ്ങൾ വളരെയധികം എഡ്യൂക്കേറ്റഡായി വന്നു. അവരൊരു എല്ലാ മേഖലയിലും യുവജനതക്കുള്ള സ്വാധീനമുണ്ട്. ലോകതലത്തിൽ തന്നെ ദ വേൾഡ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യൂത്ത്. അത് ശാസ്ത്ര സാങ്കേതിക മേഖലയാണെങ്കിലും അതുപോലെ ഗവേണൻസ് ആണെങ്കിലും അതുപോലെ പിന്നെ ഇൻഡസ്ട്രി ആണെങ്കിലും ഒക്കെ ഒരുപാട് യുവാക്കൾ വരുന്നുണ്ട്. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡ് ആയതുകൊണ്ട് യുവാക്കൾ ഇത്തരം ഇലക്ട്രോണിക് യുഗത്ത് അതുമായി സംവദിക്കാൻ അവർക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു വലിയ ഇടപെടൽ ഈ ഒരു സമൂഹത്ത് നടത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്ത് രാഷ്ട്രീയവൽക്കരണവും രാഷ്ട്രീയ ബോധമൊക്കെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടത്ത് ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കുകയും അവർക്ക് അവരുടെ ഈ ജീവിതം ആ ഒരു ജീവിതം സാമൂഹിക പ്രതിബദ്ധതയോട് കൂടി സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ അനുഭവവും അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വലിയ ഉത്തരവാദിത്വം. പക്ഷേ ഇന്നത്തെ യുവജനം അവരുടെ ലാംഗ്വേജ് അതൊക്കെ ഇന്ന് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഫേസ്ബുക്കിൻ്റെ ഒക്കെ കാലമാണ്. ആ രീതിയിലായിരിക്കും യൂത്ത് ലീഗ് അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ സംവദിക്കുക? അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ ഇന്ന്? അതെ. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ ഒരു മെത്തഡോളജി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാലത്തിൻ്റെ ചുവരെഴുത്ത് പണ്ടൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റേതായ ചുവരെഴുത്തുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ ചുവരെഴുത്ത് എന്ന് പറയുന്നത് ഇത്തരം മാധ്യമങ്ങളാണ്. എല്ലാവരും ഇന്ന് അത്തരം ഫെസിലിറ്റികൾ ഉപയോഗിക്കുന്നു. ഓൺലൈനിൽ എല്ലാവരും നമ്മൾ ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തോട് സംവദിക്കേണ്ട രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മേഖലയും അങ്ങനെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് വളരെ മുന്നിലാണ്. താങ്കളുടെ പാർട്ടിയെ ആ രീതിയിലേക്ക് കൊണ്ടുപോകും? അതെ, പാർട്ടിയിലെ നേതാക്കന്മാർ എല്ലാവരും ഇപ്പോൾ ഈ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രാഷ്ട്രീയ ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ വെബ്സൈറ്റുകളും അതുപോലെ ഫേസ്ബുക്ക് പേജുകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ യുവജനങ്ങളെ ആകർഷിക്കുവാനും യുവജനങ്ങളുമായി സംവദിക്കാനും ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മകൾ, ധാരാളം കൂട്ടായ്മകൾ ഇന്ന് നമ്മുടെ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ധാരാളം നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ നിലപാടുകളൊക്കെ ആളുകൾക്ക് വ്യക്തമാക്കാൻ വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് കൂടുതൽ ജനകീയവൽക്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ നവമാധ്യമങ്ങളിലൂടെ ഈ പുതുതലമുറകൾക്ക് സജീവമായി ഇടപെടാനും അതൊരു കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് ഇടപെടാനുള്ള ഒരു വലിയ അവസരമാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയ്ക്ക് അതേസമയം ഗുണവും ദോഷവും ഉണ്ട്. അതെ, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് പത്രമാധ്യമങ്ങളോ വിഷ്വൽ മീഡിയ പോലെ നമുക്കൊരു എഡിറ്റർ ഇല്ല, ഒരു എഡിഷൻ നടക്കില്ല. അവിടെ ആർക്കും എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവരുടേതായ വളരെ ശക്തമായ ഒരു ജനാധിപത്യം അവിടെയുണ്ട്. അതേപോലെ തന്നെ ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്ത് നമ്മൾ അവിടെയൊക്കെ കാണുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പലർക്കും പല വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളെ അവർ അപ്പടിയെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അതിൽ ചിലപ്പം പ്രകോപനപരമായ എക്സ്പ്രഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ താങ്കൾ നടത്തിയ പോലെ പല കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും സോഷ്യൽ മീഡിയ. അതെ, ഇന്ന് ഈ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ നടത്തുന്ന എല്ലാ വാട്സപ്പ് കൂട്ടായ്മകളും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പിതാവിൻ്റെ പേരിൽ തന്നെ തുടങ്ങിയിട്ടുള്ള ഷിയാബ് റിലീഫ്സിൽ എന്നിട്ട് ഓൺലൈൻ ഒരു കൂട്ടായ്മ ഉണ്ട്. അതിലൂടെ ധാരാളം ആളുകൾക്ക് സഹായം എത്തിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അതിൽ സുഖമില്ലാത്തവർക്ക് ചികിത്സാ സഹായം നൽകുന്നു. അതുപോലെ ഒരുപാട് ഈ കൂട്ടായ്മകൾ വീട് വെച്ച് നൽകിയവരുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇന്നൊരു പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒരു മെസ്സേജ്, ഇപ്പോൾ ഒരു കുട്ടി വളരെ വിഷമകരമായിട്ടുള്ള രോഗാവസ്ഥയിലാണ്, അവരുടെ ചികിത്സക്ക് ഏകദേശം 5-10 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഒരാൾ ഞാനൊരു 10,000 രൂപ നൽകി, അപ്പോൾ അത് ഒരു പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ദിവസങ്ങൾക്കകം ലക്ഷക്കണക്കിന് രൂപ സ്വരൂപിക്കാൻ കൂടുതലും അത് ഇവിടെ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളെ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. അതാണ് ഇപ്പം ഒരുപാട് ഇപ്പം പിന്നെ ധാരാളം ഇപ്പോൾ പല പ്രോഗ്രാമിൽ പോകുമ്പോൾ ഇത്തരം വാട്സപ്പ് കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുള്ള ജീവകാരുണ്യ പദ്ധതികളുടെ തുടക്കം കുറിക്കാനൊക്കെ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ യുവജന രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സമാപിച്ചു. അവിടെ ആ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഒരു പ്രമേയം സ്വവർഗരതി നിയമവിധേയമാക്കണമെന്നായിരുന്നു. താങ്കളുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? ആ വിഷയത്തെക്കുറിച്ച് അവർ പറഞ്ഞ് കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് നമുക്ക് അതുകൊണ്ട് അനുകൂലിക്കാൻ സാധിക്കില്ല. കാരണം അതൊരു പ്രകൃതിവിരുദ്ധമാണ്, മതവിരുദ്ധമാണ്. അതുകൊണ്ട് നമുക്കതിനെ ഒരിക്കലും അനുകൂലിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ താങ്കൾ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. പ്രത്യേകിച്ച് ലീഗ് ഇപ്പോൾ പ്രതിപക്ഷത്താണ്. അന്നേരം ഒട്ടേറെ സമരങ്ങളൊക്കെ വേണ്ടി വരും. അതെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ഒരു കാലത്ത് ലീഗിൻ്റെ കോട്ടയായിരുന്നു. അതിൽ ഇടതുപക്ഷം ചില ഒരു കടന്നുകയറ്റം നടത്തിയിട്ടുമുണ്ട്. ഒരു സമരം കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായും സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ സമരം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമരം ഇപ്പോൾ നമ്മൾ യൂത്ത് ലീഗ് തന്നെ ഒരുപാട് സമരങ്ങൾ ഏറ്റെടുത്തു. യൂത്ത് ലീഗിൻ്റെ ഈ യൂത്ത് ലീഗ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ റേഷൻ, പെൻഷൻ, പോലീസ് രാജ് തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ് നയങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള സമരങ്ങൾ എല്ലാ കളക്ട്രേറ്റുകളിലും കളക്ട്രേറ്റ് മാർച്ച് നടത്തി. അത് വളരെ വിജയകരമായിരുന്നു. അപ്പോൾ സമരം നടത്തേണ്ട ഒരു കാലഘട്ടത്തിൽ സമരം നടത്തും. അത് രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പല മേഖലയിൽ നമുക്ക് തരംതിരിക്കാൻ കഴിയും. സമരമുഖം പിന്നെ മുഖത്തേക്ക് പോകുമ്പോൾ സമരമുഖത്തേക്ക് പോകേണ്ടി വരും, നമ്മൾ ചർച്ചയിലൂടെ പോകേണ്ടി വരും. അതുപോലെ പിന്നെ ദേശനികമായ രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടി വരും. പിന്നെ എല്ലാ മേഖലയിലും നമുക്ക് ഇടപെടേണ്ടതുണ്ട്. ആ മേഖലയൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോകാനാണ്. താങ്കൾ മലേഷ്യയിലെ ഇസ്ലാമിക് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദം നേടി, അത് കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തി. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ ഇപ്പോഴും? കാരണം ചോദിക്കാൻ കാരണം യൂത്ത് ലീഗ് പ്രസിഡന്റ് ആയപ്പോഴും അങ്ങനെ ഒരു പ്രതികരണം വന്ന പോലെ. ഞാൻ മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനാണ്. കാരണം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ അത് യൂത്ത് ലീഗ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന എല്ലാ പരിപാടികൾക്കും നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ മുഴുവനായിട്ട് തന്നെ ഞാനുണ്ടാവും. അതേസമയത്ത് തന്നെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്ന മേഖലകൾ അതിലൊക്കെ അതും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ്. ഇപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പം മലപ്പുറം എടുത്തു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ മുസ്ലിം സമുദായ അംഗങ്ങൾക്കിടയിൽ തന്നെ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. അതേസമയം ആൺകുട്ടികൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് നേരെ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോവുക. അന്നേരം ഈ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾക്ക് തത്തുല്യമായ രീതിയിൽ യോഗ്യതയുള്ള പുരുഷനെ കണ്ടെത്താൻ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. താങ്കളുടെ പ്രതി അങ്ങനെ ഒരു ചലഞ്ച് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് വിമൻ ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ബോയ്സ് എന്നുള്ള രീതിയിൽ. കാരണം പെൺകുട്ടികൾ വളരെ സ്മാർട്ടാണ്. അവർ മെറിറ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു, കോളേജിൽ പോകുന്നു, വിദ്യാഭ്യാസം കിട്ടുന്നു. ആൺകുട്ടികൾ ഏറെക്കുറെ അവർക്ക് സ്മാർട്ട് തന്നെയാണ്, പക്ഷേ ചില രീതിയിൽ ഉഴപ്പൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെ കൂടി ഒരു ശാക്തീകരിക്കുകയും ബോധവൽക്കരണം ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഉള്ള പിന്നെ ബോധവൽക്കരണവും പ്രോത്സാഹനവും ഒക്കെ തന്നെ നൽകുന്നത്. ഇപ്പോൾ MSF ഒക്കെ വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ MSF ഒക്കെ അത്തരം രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നടത്തി. മുസ്ലിം ലീഗിൻ്റെ എല്ലാ പോഷക സംഘടനകളും അതിൻ്റേതായ ധർമ്മം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസപരമായ രീതിയിലുള്ള എല്ലാ പ്രോത്സാഹനങ്ങൾക്കും മുസ്ലിം ലീഗ് ഇവിടെ മുന്നിലുണ്ടാവും. ഈ കാലം ഒരുപാട് മാറി. അതെ. അപ്പോൾ മുത്തലാഖ് പോലുള്ള ഇതൊക്കെ മാറേണ്ടതാണോ അല്ലേ? അല്ല, മുത്തലാഖ് എന്ന് പറയുന്നത് ശരീഅത്ത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ശരീഅത്ത് നിയമങ്ങൾക്കെതിരെ നമുക്കൊന്നും നിയമങ്ങൾക്ക് ഭേദഗതി ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അത് ദൈവികപരമായിട്ടുള്ള പിന്നെ പ്രത്യയശാസ്ത്രമാണ്. അതിൽ കൈകടത്താൻ മനുഷ്യർക്ക് അവകാശമില്ല. ഇപ്പോൾ ലോകത്തെവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുവജനത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന പോലെ സ്ത്രീ സ്വാതന്ത്ര്യം വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞു. അത് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അല്ല, സ്ത്രീകൾക്ക്
വളരെയധികം സ്വാതന്ത്ര്യം പിന്നെ സമൂഹം കൊടുക്കേണ്ടതാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ രീതിയിലുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ ഇപ്പം സ്ത്രീകൾക്കുമുള്ള അത്തരത്തിലുള്ള അവസരങ്ങൾ ഇവിടെ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പം വനിതാ ലീഗ് വളരെ ശക്തമായിക്കൊണ്ട് തന്നെ ദേശീയ തലത്തിൽ വരെ കമ്മിറ്റികൾ വന്നു. സ്ത്രീകൾക്കിപ്പം റിസർവേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം എല്ലാ സ്ത്രീ സംവരണ സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു സ്ത്രീ ശാക്തീകരണം മുസ്ലിം ലീഗ് വളരെയധികം തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും സ്ത്രീകളെ കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ത്രീകൾ വരാറുണ്ട്. അത് കൂടുതൽ പ്രാതിനിധ്യം അവർക്ക് നൽകാൻ ശ്രമിക്കും. അത് തീർച്ചയായും മുസ്ലിം ലീഗ് അങ്ങനെ കാലത്ത് കംപ്രമൈസ് സ്ഥാനം മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ മുസ്ലിം ലീഗ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ വിഷയത്തിൽ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല കലാലയങ്ങളിലും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്ത ഒരവസ്ഥ കൊണ്ട് ഈ മാനേജ്മെന്റിന് വലിയൊരു അരാജകത്വം, ഇപ്പം ഇടിമുറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ വായിച്ചു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പല ഈ സ്വാശ്രയ സ്ഥാപനങ്ങളിലും ഉണ്ട്. അതിനെയൊക്കെ നേരിടേണ്ടതല്ലേ? അതെ, വിദ്യാർത്ഥികൾക്കുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതിനെതിരെ കൈകടത്താൻ മാനേജ്മെൻറ്റ് ശ്രമിക്കും. അതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമാകേണ്ടതുണ്ട്. അതെ, വിദ്യാർത്ഥി രാഷ്ട്രീയം വെച്ചാൽ നമ്മുടെ പഠനത്തോടും നമ്മുടെ അതൊക്കെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതൊരു അക്രമ രാഷ്ട്രീയമല്ല. ക്യാമ്പസിലൊക്കെ ഉണ്ടാവേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ന്യായമായ വിദ്യാർത്ഥി അവകാശങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അതുപോലെ അവരെയൊക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടി വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്.